അസ്സലാമലൈക്കും. കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അറബിക് റൈസായ മഖ്ലൂബയാണ്. 800 ഗ്രാം വീതമുള്ള 2 ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരി 1.25 കിലോ എടുത്തിട്ടുണ്ട്, 5 കപ്പ്. ഞാനെടുത്തിരിക്കുന്നത് ബസ്മതി റൈസ്, സെല്ല റൈസാണ്. ഇത് കഴുകി അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. മഖ്ലൂബ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതന, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കൂസ, പിന്നെ തക്കാളി, സവാള. വഴറ്റാനായിട്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, പച്ചമുളക് 6 ഇഞ്ചി 1.5 ടീസ്പൂൺ, വെള്ളുള്ളി 1.5 ടീസ്പൂൺ. ഇത് വഴറ്റിയെടുക്കണം. മഖ്ലൂബ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എടുത്ത് വെച്ച ഇഞ്ചി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഒലിവ് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അറബി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൽ പെരുംജീരകം, നല്ല ജീരകം, വറ്റൽമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ്. ഇതെല്ലാം കൂടി പൊടിച്ചതാണ് അറബി മസാല. പിന്നെ ഗരം മസാല ഇടുന്നുണ്ട് കുറച്ച്. അതിൽ നമ്മൾ സാധാ ഏലക്ക, കരയാമ്പൂ, കറുകപ്പട്ടയുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കറുകപ്പട്ട പൊടി കുറച്ച് കൂടുതൽ വേണം, അതാണ് കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തത്. ടൊമാറ്റോ പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിക്കനൊന്ന് വേകുമ്പോഴത്തേനും വെജിറ്റബിളൊക്കെ വറുത്തെടുക്കാം. വെജിറ്റബിൾ വറുക്കാനായിട്ട് 1 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയിലെല്ലാം ലേശം ഉപ്പ് പുരട്ടിയിട്ടാണ് പൊരിച്ചെടുക്കണത്. പിന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് എല്ലാ വെജിറ്റബിളും പൊരിച്ചെടുക്കണം.
വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ കാര്യം നോക്കാം. ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം അതിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ആകെ ഇപ്പോൾ 10 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അതിൽ 6 ഗ്ലാസ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായി. ഇപ്പം 4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് ഇനി ഓരോത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. മഗ്ലൂബ് ഉണ്ടാക്കാൻ സെല്ല റൈസാണ് ഏറ്റവും നല്ലത്. ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ അങ്ങനെ വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിക്കനിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് തേച്ചെന്ന് ഇതുപോലെ എല്ലാം വറുത്ത് എടുക്കാം. ദമ്മിടാൻ ചോറ് വെച്ച പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ചിക്കനും വെജിറ്റബിളൊക്കെ വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക. അതിന് പകരം ഞാൻ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒലിവ് ഓയിൽ. വറുത്ത് വെച്ച പച്ചക്കറികളും ചിക്കനും നിരത്തി കൊടുക്കുക. അതിനുശേഷം ചോറിട്ട് കൊടുക്കുക. ചോറിട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതേപോലെ ഇനിയും ഒരേ അടക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ സാധനങ്ങളും, വെജിറ്റബിളും ചിക്കനും എല്ലാം ആദ്യം ഇട്ട പോലെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചോറ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ശരിക്കും അമർത്തി കൊടുക്കണം. ഞാൻ മൂടി വെച്ച് 10 മിനിറ്റ് ദമ്മിലിട്ട് കൊടുക്കാം. ദമ്മിലിടാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അടി കരിയാതിരിക്കാനാണ്. തീ നന്നായിട്ട് ചൂടായ ശേഷം തീയൊന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ദമ്മിലിട്ടിട്ട് ഇപ്പോൾ ഒരു 12 മിനിറ്റായി. ഇനി നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഗ്ലൂബ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. നല്ല ഭക്ഷണമാണിത്. ബിരിയാണി, കബ്സ, മക്ബൂസ് അതിലെല്ലാത്തിലും ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണിത്. അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം.